അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഈ കാണുന്നത് എൻ്റെ ചെറിയ ഒരു വീടിൻ്റെ ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ വീടിൻ്റെ വീഡിയോ വേണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ഒരുപാട് ഗസ്റ്റുകൾ പ്രത്യേകിച്ച് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്, ഒരുപാട് പ്രഗത്ഭരായ ഗസ്റ്റുകൾ വന്നിരുന്നു. അവർ വീഡിയോ ചെയ്യാനൊന്നും സമയ സൗകര്യവും പിന്നെ വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നില്ല. ഞാൻ ഒരുപാട് തിരക്കിലായതുകൊണ്ട് അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന വീട്ടുകാരുടെ തിരക്കിലായതുകൊണ്ട് വന്ന പ്രഗത്ഭരായ ഗസ്റ്റുകളെ വീഡിയോ ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല. കുട്ടികൾ ചില ഫോട്ടോ എടുത്ത് വെച്ചതിനെ ഒരു ചെറിയ വീഡിയോ ഇൻഷാ അല്ലാഹ് ചോദിച്ചതിന് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വീടിൻ്റെ വലുപ്പം നോക്കേണ്ടതില്ല, അലങ്കാരവും അള്ളാഹു അനുവദിച്ച ഒരു ഇടമാണ് വീട് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ കടന്നും, ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ പോയി. അവസാനം അള്ളാഹു വഴികൾ തുറന്നു. അങ്ങനെയാണ് ഈ വീട് ഉണ്ടാകാൻ കാരണം. ഇത് കഴിവുകൊണ്ടല്ല, ഇത് ബുദ്ധി കൊണ്ടുമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വീട് ഒരു മതിലും മേൽക്കൂരയുമല്ല, സുരക്ഷ നൽകുന്ന ഇടം, ആശ്വാസം നൽകുന്ന ഇടം, ജീവിതം വളരുന്ന ഇടം. പലർക്കും ഇന്ന് വീടില്ല, പലർക്കും കിടക്കാനിടമില്ല. അത് ഓർത്താൽ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാം. ലഭിച്ചത് ഒരു പരീക്ഷയാണ്. അള്ളാഹു നൽകും, അള്ളാഹു പരിശോധിക്കും. നമസ്കാരം നിലനിർത്തുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കും. ഹലാൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കും. ബന്ധങ്ങൾ ശരിയായ വഴിയിലാണോ എന്നും അള്ളാഹു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ ശൈത്താൻ വീട്ടിൽ താമസിക്കില്ല. അതിനാൽ അള്ളാഹുവിൻ്റെ പേര് എപ്പോഴും വീട്ടിൽ ഉണ്ടാകണം. ദുആ ഉയരേണ്ട കേന്ദ്രമാണ് വീട്. ഖുർആൻ പാരായണം ചെയ്യേണ്ട, ഹറാം വീട്ടിൽ കിടക്കരുത്, ഹറാം പണം വരരുത്, ഹറാം കാഴ്ചകളുണ്ടാകരുത്, ഹറാം വാക്കുകളുണ്ടാകരുത്. ബുദ്ധി ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം. ഭാര്യ അമാനത്താണ്, ഭർത്താവും അമാനത്താണ്, കുട്ടികൾ വലിയ അമാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കുടുംബത്തോട്, ഭാര്യയോട്, ഉമ്മയോട്, മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവൻ. വാക്കുകളല്ല, പ്രവർത്തികളാണ് അത് തെളിവുകളാണ്. വഴക്ക് കുറക്കണം, ക്ഷമ കൂടണം, സ്നേഹം വളരണം. ഒരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് പറയാൻ മനസ്സ് തുറക്കണം. നന്ദി വാക്കുകളിൽ ഒരിക്കലും ഒതുങ്ങിപ്പോകരുത്. ജീവിതം കാത്തു സൂക്ഷിക്കേണ്ട, നമസ്കാരം നിലനിർത്തേണ്ട, സ്വതക്ക നൽകേണ്ട, അള്ളാഹുവിനെ ഒരിക്കലും മറക്കരുത് നമ്മുടെ വീടുകളിൽ. ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ കൂടുതൽ നൽകും. സുഖം വരും, ദുഃഖം വരും, രണ്ടും അള്ളാഹുവിൻ്റെ വിധിയാണ്. സുഖത്തിൽ അഹങ്കാരം വരരുത്, ദുഃഖത്തിൽ നിരാശയും വരരുത്. ലഭിച്ച ഇടം ജന്നാത്തിലേക്കുള്ള വഴിയാകണം. ഇവിടെ നിന്ന് ഹറാം പുറത്തേക്ക് പോകരുത്, ഇവിടെ നിന്ന് ദുആ മുകളിലേക്ക് പോകണം. യാ അല്ലാഹ്, ഈ വസതിയിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. നമ്മുടെ വീട് വീക്ഷിക്കുന്ന എല്ലാ വീടുകളിലും അല്ലാഹുവേ നിൻ്റെ സക്കീനത്ത് നൽകണമേ. താമസിക്കുന്ന എല്ലാവരിലും വലിയ സ്നേഹവും സന്തോഷവും നൽകണമേ. ലഭിച്ച അനുഗ്രഹത്തെ ജന്നാത്തിലേക്കുള്ള ഒരു വഴിയാക്കണമേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
നമ്മുടെ വീടുകൾ വലിയ സന്തോഷം അല്ലാഹു നൽകട്ടെ. വീട്ടിലേക്ക് വന്ന സ്നേഹം കൊണ്ട് ഉസ്താദാണ് വിളിച്ചത് എന്ന ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് ചെറിയ വിളി പോലും നിസ്സാരമായി കാണാതെ വിളിക്കാത്ത പലരും വന്നിരുന്നു. നിങ്ങളുടെ വീടാണ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കയറി വന്നത് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ വന്നിരുന്നു. എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വലിയ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് വരുന്ന ഗസ്റ്റുകളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.